വളരെ ഹാപ്പിയാണ്. ബേസിക്കലി ഞാനൊരു മലയാളിയാണെങ്കിലും ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. അത് വേറൊന്നുമല്ല, എൻ്റെ പോരാളി തന്നെ. ആ അത് പറഞ്ഞപ്പോഴാ, നിങ്ങൾക്ക് എൻ്റെ പോരാളിയിൽ അറിയില്ലല്ലോ. ദിസ് ഈസ് മൈ പോരാളി, അഞ്ജലി കൃഷ്ണ. കേരളത്തിൽ വളർന്ന തനി മലയാളി കുട്ടി, പക്ഷേ ഫ്രാൻസിൽ വന്ന് ഇക്കോലമായി. ഒരു ബിസിനസ് വുമണാണ്. പിന്നെ സ്വഭാവം പറയുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ പൊട്ടിത്തെറിക്കെങ്കിലും ഒരു സൽഗുണ സമ്പന്നയാണ്. പിന്നെ ഇതാണ് ആ വൺ ആൻഡ് ഓൺലി വില്ലൻ, മൈ പപ്പ. കേരളത്തിലിരുന്ന പാവ എൻ്റെ അമ്മയെ വളച്ച് ഈ ഫ്രാൻസിൽ കൊടുന്ന് ഈ കോലം കെട്ടിച്ച വ്യക്തി. പേര് ജോൺ. ഫ്രാൻസിലെ ഏറ്റവും പ്രശസ്തമായ SJK മോഡലിംഗ് കമ്പനിയുടെ ഓണർ. ഇപ്പോ കമ്പനി ഭാരങ്ങളെല്ലാം തലയിലിറക്കി വെച്ച് വീട്ടിൽ ചുമ്മാ കുത്തിരിക്കുന്നു. പിന്നെ ഈ മുതല് മൈ വൺ ആൻഡ് ഓൺലി സോൾമേറ്റ്. ചെറുപ്പം മുതലേ എൻ്റെ എന്ത് കാര്യത്തിനും കൂടെ നിന്ന് വ്യക്തി. ലേശം കോഴിത്തരൊക്കെ ഉണ്ടെങ്കിലും ആള് പൊളിയാ. ഒരു വലിയ ഡാൻസർ ആവണമെന്നൊക്കെയാണ് ആഗ്രഹം. അതിനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. പപ്പയുടെ ബിസിനസ് പാർട്ട്ണർ മോന. ഇത് അർജുൻ. ഒരു ആറ്റിറ്റ്യൂഡ് ക്യാരക്ടറാണ്. പക്ഷെ പരിചയപ്പെട്ടാലേ അറിയൂ, ആറ്റിറ്റ്യൂഡിൻ്റെ ആറ്റി എന്ന് പറയാൻ പോലും ഇല്ല. ഇവനെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഫ്രാൻസിൽ BBA ചെയ്യുമ്പോഴാണ്. പരിചയപ്പെട്ടു വന്നപ്പോഴാണ് മനസ്സിലായത് ഇവൻ എൻ്റെ വല്യച്ഛൻ്റെ മോനാണെന്ന്. വർഷങ്ങളോളം കാത്തിരുന്ന് ഉരുളി കമഴ്ത്തിയുണ്ടായ സന്താനം. അതിൻ്റെതായ എല്ലാ കുരുത്തക്കേടുകളും ഇവനുണ്ട്. ഇപ്പോൾ BBA കഴിഞ്ഞ് പേരൻസിൻ്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നു. പോരാത്തതിന് ഇവനും ചിത്തുമായിട്ട് ഒരു ബന്ധം കൂടിയുണ്ട്. പിന്നെ ഞാൻ, എന്നെ എല്ലാവർക്കും അറിയെങ്കിലും ഒന്നും കൂടി പറയാം. എൻ്റെ പേര് ശിവ. പപ്പ കമ്പനിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ എൻ്റെ തലയിലായി ഒക്കെ. ബേസിക്കലി ഞാനൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. പിന്നെ ഈ യാത്ര സയൻസ് പഠിച്ച് ഡോക്ടറാവാൻ സാധിക്കാത്തതുകൊണ്ട് PhD എടുത്ത് ഡോക്ടറാവാൻ വിചാരിച്ചു. അതിനായി കേരളത്തിലെ കാവുകളും ട്രഡീഷണൽസും തറവാടിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഈ യാത്ര പുറപ്പെടുമ്പോൾ എനിക്ക് 2 തീരുമാനം ഉണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ PhD പൂർത്തിയാക്കണം. 2, എൻ്റെ ഫാമിലീനെ കാണണം. പറ്റുകയാണെങ്കിൽ അവരൊന്നും കൂടി ഒന്നിപ്പിക്കാം. പക്ഷേ ഇപ്പോൾ മൂന്നാമത്തെ ഒരാൾ, ഇന്ദ്ര. അല്ല, ഇന്ദ്രേട്ടൻ. അങ്ങനെ പറയുന്നതായിരിക്കും ബെറ്റർ. ഇനിയും ഞാൻ ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞാൽ ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നിർത്തുകയാണ്. സ്റ്റോറിയുടെ വഴിയെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം. പ്രിയേ, ദേ അവരെത്തിന്നാ തോന്നുന്നേ. ആ മക്കളെ എത്തിയോ? എത്ര നേരമായി കാത്തിരിക്കുന്നു? അല്ല, എന്താ ഇത്ര നേരം വൈകിയത്? ഓ എൻ്റെ പ്രിയക്കുട്ടി, ഇവന്മാര് വന്ന ഫ്ലൈറ്റ് ഒന്ന് ഡിലേ ആയി പോയി. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഫാമിലൊന്ന് കയറി ഇന്ദ്രേട്ടനെ കാണാൻ. പിന്നെ ഇവരാണ് എൻ്റെ ഫ്രണ്ട്സ്. എടാ, ഇത് എൻ്റെ ചെറിയമ്മ പ്രിയ, ആൻഡ് ദിസ് ഈസ് ഗോപാലകൃഷ്ണൻ, മൈ വൺ ആൻഡ് ഓൺലി ചെറിയച്ഛൻ, നമ്മുടെ ഇന്ദ്രേട്ടൻ്റെ അച്ഛനും അമ്മയാണ്. ഹായ് ചെറിയമ്മ, ചെറിയച്ച്. ഞാൻ ശിവ. അല്ല, അങ്ങനെ വിളിക്കാലോ അല്ലേ? അതിനെന്താ മോനെ, മോൻ ഇഷ്ടമുള്ളത് വിളിച്ചോ. ഹായ്, ഞാൻ ജിത്തു. മക്കളെ കുറിച്ച് ഇവ ഞങ്ങളോട് പറയാറുണ്ട്. അല്ല ചെറിയമ്മേ, അച്ഛനും അമ്മയും എത്തിയില്ലേ? അവരെപ്പോഴാ എത്തുക? അവരെത്താൻ രാത്രിയാവടാ. പിന്നെ മോനൂട്ടാ, ഇവർക്കുള്ള മുറി മേലെ ഒരുക്കി വെച്ചിട്ടുണ്ടേ. നീ അത് അവർക്ക് പോയി കാണിച്ചു കൊടുക്ക്. മക്കള് പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഫുഡ് കഴിക്കാം. എടാ, മേലെ ലെഫ്റ്റിൽ 2 മുറി. അതിലേതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാല് ഞാൻ എടുത്തോളൂ. ഇതിപ്പോ 2 റൂം പറഞ്ഞിട്ട് 3 റൂമുണ്ടല്ലോ. ഇതിലിപ്പോ നമ്മൾ ഏതെടുക്കും? എടാ, എനിക്ക് ഈ മുറി ഇഷ്ടപ്പെട്ടു, ഇത് ഞാൻ എടുത്തു. നീ ഏതാന്ന് എടുത്തോ. എടാ പ്ലീസ് ഡാ, ഈ ഫോട്ടോ വീഡിയോസ് ഒന്നും നീ പുറത്ത് വിടല്ലേ. ഇതങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും കണ്ട അവരെന്നെ തള്ളിക്കൊല്ലും. എന്നിട്ട് അവരും ആത്മഹത്യ ചെയ്യും. ഞാനൊന്നും ജീവനെ തുല്യല്ല സ്നേഹിച്ച്. എന്നിട്ട് നീ എന്നെ ആരതി, നീ കരയല്ലടോ. നിനക്ക് എന്നെ 6 മാസമായിട്ട് അറിയുന്നല്ലേ.
ഞാൻ അത്രയ്ക്ക് മോശം ആളാണോ? ഞാൻ പറഞ്ഞ തുക അത് തന്നാ മതി. ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. പിന്നെ ഞാൻ നിന്റെ ഒപ്പം വരില്ല. ഞാൻ എവിടെ നിർത്തി തരാനാ? വേണ്ട, നീ തരണ്ട. ഞാനിതൊക്കെ നിന്റെ അച്ഛനെ കാണിച്ചത്. ഒരാഴ്ച ആയിട്ടുള്ളൂ നിന്റെ തന്തപ്പേടി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട്. ഇപ്പൊ ഞാനിത് നിന്റെ അച്ഛനെ കാണിച്ച എന്താ സംഭവിക്കാന്ന് എനിക്കറിയല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം നീ എടുക്കണം. ഇന്ന് രാത്രി ഞാൻ നിന്നെ കാത്തിരിക്കും. ആ സർപ്പക്കാവിന്റെ ബാക്കിലുള്ള കുളല്ലേ, അങ്ങോട്ട് വന്നാൽ മതി. നീ ഓർത്തോ, നീയൊക്കെ നശിച്ചു പോകത്തുള്ളൂടാ. ഞാൻ കേൾക്കുന്ന ആദ്യത്തെ ശാപമൊന്നുമല്ല അത്. ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ വേറൊരിടത്ത് വേറൊരു വണ്ടി, അത്രേ ഉള്ളൂ ഇതൊക്കെ. എടാ ശിവ, ഞാൻ പോവാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇവനിത് എന്തു പറ്റി? ആകപ്പാടെ കലിപ്പിലാണല്ലോ. അതൊന്നുമില്ലടാ, അതിന്റെ പേരാണ് ജലസ്. ഞാൻ നിന്നെ മാത്രം മൈൻഡ് ചെയ്യുന്നോണ്ടുള്ള ഒരു കുശുമ്പാണത്. അവനെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, അതാ. എടാ, അവൻ പോയി. അല്ല, കളി കാര്യാവോ? എന്തായാലും ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. എന്താന്ന് വെച്ചാ നീ എന്നെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ. ഏയ്, കളി കാര്യമൊന്നും ആവത്തില്ല. കാര്യാവാതെന്നാതി അവസാനം നീ തന്നെ പെടുക. എന്നാ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് കമ്പനി ഫയൽ ചെക്ക് ചെയ്യാണ്ട്. ഗുഡ് നൈറ്റ്. ഇതിപ്പോ ആരാ? എടാ ജിത്തു, നീയല്ലേ ഉറക്കം വരുന്നുണ്ട് പറഞ്ഞേ, എന്നിട്ടോടെ ഇരുന്ന് കുളിക്കുക? അല്ല, നിന്റെ റൂമിലൊന്നും എന്താ ബാത്റൂം ഇല്ലേ? ഓ, എന്ത് നല്ല ബെഡ്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു. ഇനിയിപ്പോ വർക്കൊന്നും ചെയ്യണ്ട, നീണ്ടു നിർന്ന് കടന്നാ മതി. അല്ല, നീയല്ലേ പറഞ്ഞ നിന്റെ റൂമിൽ പോവാണെന്ന്, എന്നിട്ട് എന്താ ഇങ്ങോട്ട് പോന്നേ? നീ എന്താ ഇങ്ങനെ നോക്കുന്ന? നിന്റെ നോട്ടത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ. ഇവിടെ ആർക്കോ എന്നെ അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ശരിയാണ്, കുറെ കാലം കാണാതിരുന്നാൽ മറവിയൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ അതിനുള്ള മരുന്ന് തരണ്ടേ? അത് തരാൻ വന്നതാണ് ചേട്ടൻ. അത് പിന്നെ ഒരു തമാശക്ക് എനിക്കിപ്പോ ഓർമ്മ വന്നു. എനിക്കിപ്പോ അതിനെ നല്ല ഓർമ്മയുണ്ട്. വേണ്ടടാ, ആരെങ്കിലും കണ്ട പ്രശ്നവും ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ നീ എന്നെ വീണ്ടും മറക്കും. അതിനുള്ള മരുന്ന് തന്നേ തീരും. അവര് വന്നു എന്നാ തോന്നുന്നേ. നീ ഇപ്പൊ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. നിന്നെ ഞാനൊരു നാൾ എടുക്കും. എന്തിനാ? കന നോക്കാനാണോ? എന്നാ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 65 കിലോ ഇപ്പോഴും മാറ്റില്ല. അയക്കല്ലേ. എന്താ ഇന്ദ്ര, ഡ്രസ് മാറുന്നതിന് മുമ്പ് റൂമിൽ ആരെങ്കിലും കണ്ടോന്ന് നോക്കണ്ടേ? നിന്നോടാരടാ എന്റെ മുറി കയറാൻ പറഞ്ഞേ? നിനക്കുള്ള മുറി അപ്പുറത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഓ, അപ്പുറത്താണ് എന്റെ റൂമല്ലേ. സോറി, ഞാന് റൂം മാറി നിന്ന് കയറിയതാ. നിന്നെ വാചകടിക്കാതെ ഇറങ്ങിപ്പോടാ എന്റെ മുറിന്ന്. പിന്നെ ഇന്ദ്ര, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ നിനക്ക് പറയാനുള്ളേ? യു ലുക്ക് ലൈക്ക് വെരി ഹോട്ട്. എന്താന്നറിയില്ല, എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ഉറക്കം വരില്ല, അതാ. എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ്. പിന്നെ ഇന്ദ്ര, എന്താടാ? ഐ, ചൂടാവല്ലേ ഇന്ദ്ര, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നേണ്. ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞല്ലോ, അല്ല എന്നെ കണ്ടിട്ട് നിനക്കെന്താ തോന്നുന്നേ? നിനക്കെന്താടാ ബയ്യേ?
നീ ഫ്രാൻസിൽ നിന്നാണോ അതോ പ്രാന്താശുപത്രിയിൽ നിന്നാണോ വന്ന്? ഇപ്പൊ ഇറങ്ങിക്കോളണം ഇവിടുന്ന്, ഇല്ലേ